ഹായ്, വെൽക്കം ബാക്ക് ടു JM Journey. ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് വളരെ കുറച്ച് അപ്ഡേറ്റ്സേ പറയാനുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ പല ആളുകളും പറയാറുണ്ട് ചില സമയത്ത് ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നില്ലേ, ഇതൊരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ 7 മിനിറ്റിലൊക്കെ നിർത്തിക്കൂടെ ചോദിക്കാറുണ്ട് ചില വീഡിയോസ്. സി അതേപോലെ ഇവർ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ കുറേ നേരം സംസാരിക്കുന്ന സമയത്ത് വ്യൂ കൂടുമെന്ന് വിചാരിച്ചിട്ടാണോ. ആദ്യമേ പറയാനുള്ളത്, ഡ്യൂറേഷൻ എത്ര കുറച്ചുണ്ടോ അത്രയും വ്യൂ കൂടാൻ സാധ്യതയാണ്. അത് ഡ്യൂറേഷൻ കൂടുന്തോറും വ്യൂ കുറയുക ചെയ്യുക. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഒരാള് 30 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുകയാണ്, അപ്പുറത്ത് ഇതേ ടോപ്പിക്കിനെ കുറിച്ച് ഒരാൾ 5 മിനിറ്റ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏതാണ് ആദ്യം കാണുക? 5 മിനിറ്റ്. കാരണം ആർക്കും ഇപ്പൊ ഒന്നിനും സമയമില്ല. 10 മിനിറ്റ് ഒരാൾ ഇവിടെ ഇരുന്ന് കൊണ്ടാടിക്കണമെന്ന് ആരും കാണാതിരിക്കില്ല. പക്ഷെ ചില ടോപ്പിക്സ്, ഇപ്പൊ എമ്പുരാൻ അതുപോലുള്ള മമ്മൂക്കേന്റെ ചില ഫിലിംസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരുണ്ടാവും. എനിക്ക് പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. പക്ഷെ മമ്മൂക്കയും ലാലേട്ടനും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന രണ്ടാളുകൾ. എത്ര ഹേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാലും അവരോട് അറിയാത്തൊരു ഇഷ്ടം എവിടെയോ ഉള്ളിലുണ്ടാവും. അത്തരത്തിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആളുകളുടെ സിനിമയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വളരെയധികം ഹൈപ്പ് ഉള്ള നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്ന സിനിമകൾ വരുമ്പോൾ സംസാരിച്ചു പോകും. ഇപ്പൊ തന്നെ ഞാൻ ഈ സംസാരിച്ചതിന് 1 മിനിറ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. സോ അങ്ങനെ ലേറ്റ് ആവുന്നതാണ്. എന്തായാലും അധികം സമയങ്ങളാതെ നേരെ അപ്ഡേറ്റിലേക്ക് പോകും. ആദ്യത്തേത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന എക്കാലത്തെയും മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ടുള്ള, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ. MT വാസുദേവൻ നായർ, അതുപോലെ PV ഗംഗാധരൻ, ഹരിഹരൻ ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. ഡയറക്ടർ കേട്ടോ ഹരിഹരൻ. അപ്പൊ ഈ സിനിമ 4K വരുന്നുണ്ട്. ഫെബ്രുവരി 7-ാം തീയതിയാണ് വരുന്നത്. ഞാൻ മസ്റ്റായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കാണും. 4K വരികയാണെങ്കിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 99% ഞാൻ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. കാരണം ഞാൻ ആ സിനിമ ഇതുവരെ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെയൊക്കെ മിസ്സാവും. എന്നാൽ എല്ലാ കഥയും അറിയാം, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഇരുന്ന് ആ 2-2.5 മണിക്കൂർ നേരെ ഇരുന്ന് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 4K അത് കാണുക എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഫെബ്രുവരി 7-ാം തീയതി ആ സിനിമ റിലീസിനെത്തും. അടുത്തത് തലപതി 69. തലപതി 69ന്റെ ഫസ്റ്റ് ലുക്ക് ഈ വരുന്ന 26-ാം തീയതി വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ടൈം എപ്പോഴായിരിക്കും അത് ഒരു വലിയ ചോദ്യം. കാരണം എമ്പുരാന്റെ ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്ലിംസ് 7:07 വരുന്നുണ്ട്. 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആവുമ്പോൾ അത് അവർ ഇറക്കി വിടും. സോ അതിന്റെ ഇടയിൽ വരുമോ, അതിനോട് അടുപ്പിച്ച് വരുമോ, അതിന്റെ തൊട്ടടുത്ത സമയത്ത് വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. രണ്ടും എൻജോയ് ചെയ്യണം, രണ്ടിനും റിയാക്ഷൻ ചെയ്യണം എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോ അതിന്റെ ടൈം അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. 26:25 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 24 hours പറയുമ്പോൾ 11 AM, രാവിലെ 11 മണിക്ക് സാധനം വരും. സെറ്റ് 100% ഹാപ്പി. സോ രാവിലെ അത് വരും, അതിന്റെ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കട്ട വെയിറ്റിംഗ് ആണ് റിയാക്ഷൻ ചെയ്യുന്നതിലുള്ള ഉപരി അത് എന്താ സാധനം അറിയാനുള്ളൊരു ത്വര ഭയങ്കരമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7:07 എമ്പുരാന്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്ത് ചാനൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അടുത്തത് ഇതിനെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സ് എമ്പുരാനെ കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അപ്ഡേറ്റുകൾ കഴിഞ്ഞു. ഒന്ന്, രാം ഗോപാൽ വർമ്മ പുള്ളിക്കാരൻ പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കണ്ടാൽ അറിയാം എമ്പുരാൻ വമ്പൻ വിജയമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്രയും ഗംഭീരമായ ഒരു അല്ലെങ്കിൽ കോൺസെപ്റ്റ് പോസ്റ്റർ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചിത്രം ഒരു വമ്പൻ വിജയമായിരിക്കുമെന്ന് ഈ പോസ്റ്ററിൽ തന്നെ ഉണ്ട് എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത്. ഈ പറഞ്ഞ ഇത്രയും നല്ലൊരു കോൺസെപ്റ്റ് കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം. എന്നെപ്പോലെ യോജിക്കാത്തവരുണ്ടെങ്കിലും കമന്റ് രേഖപ്പെടുത്താം. നല്ല കോൺസെപ്റ്റിൽ ഒരുപാട് പോസ്റ്റേഴ്സ് ഇവിടെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് ഫിലിംസ് വന്നിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് താരതമ്യപ്പെടുത്താൻ നിൽക്കുന്നില്ല. ഒരു മത്സരത്തിൽ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും പറഞ്ഞ പോലെ വമ്പൻ വിജയം നമുക്ക് തോന്നുന്നുണ്ട്. അത് എല്ലാ പോസ്റ്റേഴ്സ് കാണുമ്പോഴും തോന്നുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു 80% കറക്റ്റ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതല്ലാതെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ലൂസിഫറിലെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിക്കാൻ ആദ്യം തീരുമാനിച്ചത് റാസൽ ഖൈമ ആയിരുന്നു ക്ലൈമാക്സ്. എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാറ്റേണിലാണ് രാജു ആ സീൻ മനസ്സിൽ കണ്ടത്. അതിനായി ലൊക്കേഷൻ പിന്നീട് റഷ്യയിലേക്ക് മാറ്റി ആന്റണി പെരുമ്പാവൂർ. ലൂസിഫറിലെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിക്കാൻ ആദ്യം തീരുമാനിച്ച റാസൽ ഖൈമ ആയിരുന്നു. എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാറ്റേണിലാണ് രാജു ആ സീൻ മനസ്സിൽ കണ്ടത്. അതിനായി ലൊക്കേഷൻ പിന്നീട് റഷ്യയിലേക്ക് മാറ്റി. ലൊക്കേഷനുകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് പൃഥ്വി എന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആദ്യം പറഞ്ഞാൽ 2 വട്ടം വായിച്ചു. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിൽ അല്ലേ, അങ്ങനെയാണ്. അതിനായി എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാറ്റേണിലാണ് രാജു ആ സീൻ മനസ്സിൽ കണ്ടത്. അപ്പൊ ക്ലൈമാക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അയ്യോ, അതാണേന്നു കളർ തന്നെ മതിയായിരുന്നു അല്ലേ. പക്ഷെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനത്തിൽ ഫുൾ വെറൈറ്റി എന്ന് നമുക്ക് കാത്തിരിക്കാം. അടുത്തത്, ഇന്ന് കുറച്ചു മുമ്പ് ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ടാവുള്ളൂ, പൃഥ്വിരാജ് സുകുമാരൻ ഇട്ടിട്ടുള്ള ഒരു റീൽ അല്ലെങ്കിൽ സ്റ്റോറി ഇത്
L2E Emburan, the first glimpse are tomorrow 7 p.m. IST, Indian Standard Time. അറിഞ്ഞു പണിയെടുക്കേണ്ടത് നമ്മുടെ ദീപക് ദേവ്. സോ ദീപക് ദേവിന്റെ അറിയാലോ, ഒരു മാസിന് ചേർന്നുള്ള ക്ലാസിക് ടൈപ്പ് BGM ബൂസ്റ്റിംഗ് ആണ് പുള്ളിക്കാരൻ ചെയ്യുക. സോ അതൊരു പൊളിയായി. ഇനി പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് അമൽ നീരദ് ലാലേട്ടൻ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത കുറെ മുമ്പ് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പടം ഉണ്ടല്ലോ, സാഗർ എലിയാസ് ജാക്കി, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ക്യാരക്ടറെ ബന്ധപ്പെട്ട സാധനം എന്നുള്ള രീതിയിലും അതിന്റെ രണ്ടാം പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ബസ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട്, അതായത് അമൽ നീരദ് മോഹൻലാൽ പ്രൊജക്ട് ഈസ് നോട്ട് എ സ്പിൻ ഓഫ് അല്ലെങ്കിൽ റീബൂട്ട് ഓഫ് എനി യെസ്റ്റർ ക്യാരക്ടേഴ്സ്. ഇറ്റ്സ് എ വോൾ ന്യൂ പ്രൊജക്ട് ആൻഡ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഇതൊരു പുതിയ പ്രൊജക്റ്റും പുതിയൊരു ക്യാരക്ടറും പുതിയൊരു സ്ക്രിപ്റ്റും സ്റ്റോറിയും ഒക്കെയാണ്. അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ പല ആളുകളും വിചാരിച്ചിരുന്ന പോലെ ഇത് മറ്റേതെങ്കിലും സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അതിന്റെ സ്പിൻ ഓഫോ അല്ല. എങ്ങനെയുണ്ട് അത്രേ പറയാനുള്ളൂ. അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ. സോ നാളെ 11 മണിക്ക് 11 AM വിജയുടെ ദളപതി 69 പോസ്റ്ററായിട്ട് വരും 7 AM.